പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമുക്കറിയാം, ഈ വചനം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. 1, ദൈവം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുണ്ടോ? 2, ദൈവം നമ്മുടെ കേട്ട പ്രാർത്ഥനകളെല്ലാം യഥാർത്ഥത്തിൽ ദൈവം കേട്ടു എന്ന് വിശ്വസിക്കാമോ? ദൈവം കേട്ടു എന്ന് നാം കരുതുന്ന പ്രാർത്ഥനകളെല്ലാം യഥാർത്ഥത്തിൽ ദൈവം കേട്ടു, അതൊരു ദൈവാനുഗ്രഹമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? ഉദാഹരണം, എത്ര തരം പ്രാർത്ഥനകളാണുള്ളത്? ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു കള്ളൻ ഏതെങ്കിലും വസ്തു മോഷ്ടിച്ചതിന് ശേഷം അവൻ പ്രാർത്ഥിക്കുന്നത് എന്താ? പോലീസ് പിടിക്കല്ലേ. എന്നാൽ ഈ കള്ളനെ പിടിക്കാൻ ഇറങ്ങുന്ന പോലീസിൻ്റെ പ്രാർത്ഥന എന്താ? എങ്ങനെയെങ്കിലും കള്ളനെ പിടിക്കണം. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? ഒരു കുട്ടി കലാലയത്തിൽ പോകുന്നതിന് മുൻപ് ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിക്കും, ഇന്ന് അധ്യാപിക വരല്ലേ, ഇന്ന് മാഷ് വരല്ലേ എന്ന്. എന്നാൽ ആ അധ്യാപകൻ ഒരു പോർഷൻ എടുത്ത് തീർക്കുവാനുള്ളവനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ക്ലാസ്സിലെത്തണം, കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. സ്നേഹമുള്ള ദൈവമക്കളെ, ശരിക്കും ഈ പ്രാർത്ഥനയുടെ രീതിയും ഒക്കെ നോക്കുമ്പോൾ ദൈവം എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വളരെ ശുഭകരമായ ഒരു സന്ദേശം ഇപ്രകാരമുണ്ടല്ലോ: രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രത്യാശയുടെ വചനമാണത്. അതായത് ദൈവം നമ്മെ രക്ഷിക്കും. ഈ ഒരു പ്രത്യാശയിലേക്ക് ഈ ഇസ്രായേൽ മക്കളെ യെശയ്യാ പ്രവാചകനിലൂടെ നയിച്ച ദൈവം നൽകുന്ന സന്ദേശമാണത്. ഒരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കൽ ഗൈനക്കോളജിസ്റ്റായ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത്, ആ സിസ്റ്ററിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായ സ്ത്രീ അവളുടെ ഭർത്താവിനോടൊപ്പം എത്തിച്ചേരുകയാണ്. ഈ സിസ്റ്ററിനെ കാണുവാനായിട്ട് സിസ്റ്ററിൻ്റെ ഓഫീസിലായിരുന്നു, സിസ്റ്റർ ഡോക്ടറാണല്ലോ, ഓഫീസിലായിരുന്നു. ആ ആശുപത്രിയിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു. ആശുപത്രിയിലേക്ക് എത്തിയതിന് ശേഷം സിസ്റ്ററിനോട് ഈ യുവതിയുടെ ഭർത്താവും ആവശ്യപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, 3 മാസമായി. ഈ കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്യുവാൻ ഇവർക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഗൈനക്കോളജിസ്റ്റായ ഈ സിസ്റ്റർ സഹായിക്കണമത്രേ. ഇവരുടെ അപേക്ഷ കേട്ട് സിസ്റ്റർ ഞെട്ടി. എന്തെന്നാൽ ഇത്രയും അടുത്തറിയാവുന്ന വ്യക്തിയായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊരു കാര്യത്തിന് ഈ സന്യാസ വസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന ഈ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നത് എന്ന് സിസ്റ്റർ ആലോചിച്ചു. സ്നേഹമുള്ളവരെ, സിസ്റ്റർ ഉടനെ തന്നെ ഇവരോട് മറുപടി പറഞ്ഞു, എനിക്ക് ഇതിന് സാധിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ വൈദ്യം പഠിച്ചിരിക്കുന്നത് ജീവൻ നൽകാനാണ്, ജീവൻ എടുക്കാനല്ല. ജീവൻ എടുക്കാനുള്ള അധികാരം തമ്പുരാനാണ്, അതൊരു ഡോക്ടർക്കില്ല. ഉടനെ തന്നെ ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞു, സിസ്റ്റർ, ഞങ്ങളുടെ മൂത്ത മകന് 1.5 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ കുഞ്ഞ്, ഉദരത്തിൽ വളരുന്ന കുഞ്ഞ്, ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാതെ എൻ്റെ ഉദരത്തിൽ വന്നതാണ്. ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാതെ ഉദരത്തിൽ ജനിച്ചതാണ്. അപ്പോൾ സിസ്റ്റർ മറുപടി പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലായിരിക്കാം, എന്നാൽ നിങ്ങൾ സ്നേഹം പങ്കുവച്ചപ്പോൾ ഉദരത്തിൽ ശിശുവിനെ രൂപം കൊടുക്കുവാനായിട്ട് ആ ഒരു തീരുമാനം എടുത്തത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ആഗ്രഹമല്ല എന്നുണ്ടെങ്കിലും, ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവം ഇതാഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ എനിക്ക് കഴിയുകയില്ല. സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ ദമ്പതിമാരുടെ രീതിയൊക്കെ മാറി, സംസാര ശൈലി മാറി. അവർ കുറച്ചുകൂടെ ഗൗരവത്തിൽ സംസാരിക്കാൻ തുടങ്ങി.
കുറച്ചുകൂടെ ശബ്ദമുയർന്നു. സിസ്റ്ററിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സിസ്റ്റർ പറഞ്ഞു പറ്റില്ല. എന്നാൽ ഞങ്ങൾ ഇതിനെ ഒന്ന് കളയാമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സംഭവം അവിടെ തീരുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ ജോലിയിൽ നിന്ന് വിരമിച്ചു, വൃദ്ധയായി. ഒരിക്കൽ തൻ്റെ കോൺവെൻറ്റിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു യുവാവ്, 2 പേര് സിസ്റ്ററിനെ കാണാനായിട്ട് വരികയാണ്. ഈ സ്ത്രീയുടെ കൂടെ ഏകദേശം 19 വയസ്സ് പ്രായമായവനായിരുന്നു ആ യുവാവ്. ഈ സ്ത്രീ വന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ എന്നെ ഓർമ്മയുണ്ടോ? വൃദ്ധയായ സിസ്റ്ററാണല്ലോ, പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചില്ല. സിസ്റ്റർ പറഞ്ഞു, എനിക്ക് നിന്നെ ഓർത്തെടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും സിസ്റ്ററിൻ്റെ അടുത്ത് വന്നത് ഓർക്കുന്നില്ലേ? നമ്മളിന്ന് സുഹൃത്തുക്കളായിരുന്നു. പേര് പറഞ്ഞ് ഇവൾ പരിചയപ്പെടുത്തിയപ്പോൾ സിസ്റ്ററിന് പെട്ടെന്ന് ആളെ പിടികിട്ടി. സിസ്റ്റർ ഇവരോട് ചോദിച്ചു, അന്നത്തെ ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായി? നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ? അപ്പോൾ ഈ സ്ത്രീ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ അന്ന് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി 3 മറ്റ് ആശുപത്രികളിലേക്ക് പോയി. ഓരോ ആശുപത്രിയിലും ഓരോ ഒഴിവ് കഴിവുകൾ ഡോക്ടർമാർ പറഞ്ഞത് കാരണം ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ അന്നേ ദിവസം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ സാധിച്ചില്ല. പിന്നെ എന്തുകൊണ്ടോ ആ ചിന്ത അങ്ങ് കെട്ടടങ്ങി. ഉടനെ അടുത്ത് നിൽക്കുന്ന ആ യുവാവ്, 19 വയസ്സുകാരൻ യുവാവിനെ ചൂണ്ടിക്കാട്ടി ആ സ്ത്രീ പറഞ്ഞു, അന്ന് ഉദരത്തിൽ ഞങ്ങൾ കൊല്ലണമെന്ന് പറഞ്ഞു വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ലേ അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, കൊല്ലരുത് എന്ന്. ആ കുഞ്ഞാണ് ഈ നിൽക്കുന്നത്. സിസ്റ്ററിൻ്റെ കണ്ണ് നിറഞ്ഞു, സന്തോഷമായി. ഉടനെ സിസ്റ്റർ ചോദിച്ചു, അന്ന് നീ പറഞ്ഞിരുന്നല്ലോ മൂത്ത മകൻ 1.5 വയസ്സായിരുന്നുവെന്ന്, ആ മകൻ ഇപ്പോൾ എവിടെയാ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സിസ്റ്ററെ അവനൊരു അപകടത്തിൽ മരിച്ചു. സത്യത്തിൽ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന്. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ സംഭവം തീർച്ചയായിട്ടും ഒരു ഹൃദയസ്പൃക്കായ സംഭവം തന്നെയാണ്. എന്നാൽ ഇതിലൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അന്ന് 2 വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷത്ത് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞിൻ്റെ ജീവൻ അപഹരിക്കരുതേ, ഈ കുഞ്ഞ് ജീവിക്കണമേ, ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് തമ്പുരാനോട് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാരോ, അവർ 2 പേരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ഈ കുഞ്ഞിനെ വധിക്കണം, ഭ്രൂണഹത്യ ചെയ്യണം എന്ന ആഗ്രഹം സഫലമാകണമെന്ന പ്രാർത്ഥന അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ഈ മാതാപിതാക്കന്മാർ ഭ്രൂണഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമോ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന്? ഇവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളാണ് എന്ന് കരുതി വിശ്വസിച്ച് ഇന്ന് പുലമ്പുന്ന പലതും സത്യത്തിൽ അനുഗ്രഹങ്ങളാണോ അല്ലയോ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ആഴത്തിൽ. പലരും പ്രാർത്ഥിച്ച് നേടി എന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഉദ്യോഗമായിരിക്കാം, കെട്ടിപ്പടുത്തിരിക്കുന്ന സൗധങ്ങളായിരിക്കാം, ഒരുപക്ഷെ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വാഹനങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പുള്ള അഭിഷേകങ്ങളാണോ? യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച അനുഗ്രഹങ്ങളാണോ അത്? ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവനെ വഞ്ചിച്ചോ അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത രീതിയിലോ നേടിയിട്ടുള്ളതൊന്നും ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് നേടിയതാണ് എന്ന്. അല്ല, അനുഗ്രഹങ്ങളെന്ന് കരുതുന്ന പലതും അനുഗ്രഹങ്ങളല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്നേഹമുള്ള ദൈവമക്കളെ, അനുഗ്രഹങ്ങളാണെന്ന് കരുതുന്ന പലതും അനുഗ്രഹങ്ങളല്ല എന്ന് തിരിച്ചറിയുന്നിടത്തെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയുള്ളൂ. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇത് ദൈവം എന്നിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഇത് സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? ചില സഹനങ്ങൾ ചിലപ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാത്തിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണ്, ദൈവം ആഗ്രഹിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ അത് മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളായിട്ട് ഭവിക്കുന്നതെല്ലാം കാത്തിരിപ്പിൻ്റെ പ്രയത്നത്തിന് ശേഷവും കാത്തിരിപ്പിൻ്റെ വേദനയ്ക്ക് ശേഷവും സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് പെട്ടെന്ന് വേണമെന്ന് കരുതി കഴിഞ്ഞാൽ ലഭിക്കത്തില്ലല്ലോ. ആ കുഞ്ഞ് 9 മാസം ഉദരത്തിൽ വളരണം. 5 മാസത്തിലോ 6 മാസത്തിലോ ആ കുഞ്ഞ് ജനിച്ചാലോ ആ കുഞ്ഞ് ചായ്പിള്ളയായി പോകും, മരിക്കും. ഇതുപോലെ ഓരോ പ്രാർത്ഥനയ്ക്കും പരിപക്വമായ ഒരു കാലഘട്ടമുണ്ട്. അത് അനുഗ്രഹമായി മാറണമെന്നുണ്ടെങ്കിൽ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം കൊടുത്തു. വാഗ്ദാനം സ്വീകരിക്കുമ്പോൾ അബ്രാഹത്തിനെ വിളിക്കുമ്പോൾ അബ്രാഹത്തിന് വയസ്സ് 75. 25 വർഷക്കാലം കാത്തിരുന്നിട്ടാണ് അബ്രാഹത്തിന് ഇസഹാക്ക് ജനിക്കുന്നത്. എന്തൊരു നീണ്ട കാത്തിരിപ്പ്! എന്നിട്ട് ആ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിനും അബ്രാഹാം മടിക്കുന്നില്ല. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം അവനിൽ, ആ ദൈവത്തിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കാണാമല്ലോ, ഉദ്ധിതനായ ക്രിസ്തുവിനെ ദർശിക്കണമെന്ന പിടിവാശിയുമായി നടക്കുന്ന അപ്പോസ്തലനായ തോമസ് 8 ദിവസം കാത്തിരുന്നു. തോമസ് ലേഖ 8-ാം ദിവസമാണ് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, തോമസേ, നീ അടുത്ത് വാ, എൻ്റെ മുറിപ്പാടുകൾ കാണുക, നിന്റെ വിരൽ അതിൽ നിക്ഷേപിക്കുക എന്ന്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ പേരാണ് കാത്തിരിപ്പിൻ്റെ സുവിശേഷം. 38 വർഷമായിട്ട് ഒരുവൻ ബെത്സേദ കുളക്കടവിൽ സൗഖ്യത്തിനു വേണ്ടി കാത്തുകിടന്നു. ഈശോ ജനിക്കുന്നതിന് മുൻപ് ആ 38 വർഷക്കാലത്തോളം അവനിൽ വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലയോ, അത് ഈശോ പരീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു കൃപ കർത്താവിന് ഇനി തരാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ അനുഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈശോ ഗത്സമനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു നല്ല രൂപമെന്ന് നമുക്ക് തോന്നാം. ഈശോ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ. കഴിയുമെങ്കിൽ എന്ന് പറയുമ്പോൾ പിതാവിന് കഴിയാഞ്ഞിട്ടാണോ? അല്ല, സാധ്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തു മാറ്റണമേ. ആ കഴിയുമെങ്കിൽ എന്നുള്ളത് എൻ്റെ വിശദീകരണമാണ് പിന്നീട് വരുന്നത്. എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാം തിരുദിനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയെക്കുറിച്ചൊരു വളരെ ശക്തമായ ഒരു വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. വർഷങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു സംഭവം, 12 വയസ്സുള്ളൊരു മകൻ തൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അമ്മേ, നമ്മളെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നു. കൂടാതെ കണ്ട് ഒക്ടോബർ മാസമാണെന്നുണ്ടെങ്കിൽ ജപമാല വീടാന്തരം കയറി ഇറങ്ങി ചൊല്ലുന്നു. മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസം, ജൂൺ മാസത്തിൽ തിരുഹൃദയ വണക്കമാസം, ഇനി ദൈവത്തിൻ്റേതെന്ന് കരുതപ്പെടുന്ന, സഭയുടേതെന്ന് കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായിട്ട് ചാച്ചൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ മകൻ അമ്മയോട് പ്രകാരം ചോദിച്ചു, എന്നിട്ടും അമ്മേ, എന്തുകൊണ്ടാണ് നമ്മുടെ ദാരിദ്ര്യം മാറാത്തത്? ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും അമ്മേ, എന്തുകൊണ്ടാണ് നമ്മുടെ ദാരിദ്ര്യം മാറാത്തത്? എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. ഈ അമ്മ അല്പസമയം നിശബ്ദയായി. എന്തുത്തരമ പറയാം മകനോട്? എന്തുത്തരമ പറയാം? നിങ്ങളോട് നിങ്ങളുടെ മകൻ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തുത്തരം പറയും? പലരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നടുവിൽ വിശ്വാസം വരെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ, ഈ അമ്മ 4-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളതെന്ന് ഓർക്കണം, പണ്ട് കാലത്ത് നടന്നതാ. ഈ അമ്മ ഈ മകനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മകനെ, നിനക്കറിയുമോ, ചാച്ചൻ പള്ളി പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ കൃപ കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തോട് എന്തുമാത്രം ആളുകളാണ് പ്രാർത്ഥിക്കുന്നേ? ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്ത് 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 വരികയാണ്. നമ്മുടെ ഊഴം ആയിട്ടില്ല. നമ്മുടെ ഊഴം ആകുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. ഈ മകൻ പിന്നീട് പറയുകയാ,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരമായിരുന്നു എൻ്റെ അമ്മ നൽകിയ ഉത്തരം. കേരളത്തിലെ തന്നെ ഒരു പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രതിസന്ധിയിൽ കൈവെടിയുന്നവനല്ല എന്ന് തിരിച്ചറിഞ്ഞവളാണ് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആ അമ്മ. അത് ദൈവം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുത്തു വരികയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ആ വാക്കുകൾ നിറവേറപ്പെടുന്നതല്ലേ ഈ അമ്മയുടെ അനുഭവം എന്ന് പറയുന്നത്, അമ്മയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്ന് വിശ്വസിക്കുക. ഒരുപക്ഷെ നമ്മൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ ഇല്ലയോ എന്ന് നമ്മുടെ വിശ്വാസത്തിൽ വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ, സഹനങ്ങൾ വരുമ്പോഴാണ്. ഒരു സംഭവം കൂടെ പറയാം, അതിന് കുറച്ചുകൂടെ ഒരു ഊന്നൽ നൽകുവാനായിട്ട്. ഒരിക്കൽ ഒരു വിധവയായ സ്ത്രീ കാണാനായിട്ട് വന്നത്, ഞങ്ങൾ ധ്യാനത്തിന് വന്നതാണ്. ആ വിധവയായ സ്ത്രീ പങ്കുവച്ചൊരു അനുഭവം ഇപ്രകാരമായിരുന്നു. അച്ഛാ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹത്തിന് മുൻപ്, മദ്യപാനിയായ ഒരു ഭർത്താവിനെ ലഭിക്കരുത്. ഈ വ്യക്തി പ്രാർത്ഥിച്ചു, നല്ല വിവാഹം കഴിഞ്ഞു. പക്ഷേ വിവാഹത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മനസ്സിലായത് തനിക്ക് ലഭിച്ച വരൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അവളുടെ ഹൃദയം തകർന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. ഹൃദയം തകർന്നുപോയ ദിവസങ്ങളായിരുന്നു അത്. ഇവൾ വീണ്ടും മുട്ടിപ്പായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും നൊവേനകൾ ചൊല്ലിയിട്ടും തിരികൾ തെളിച്ചിട്ടും എനിക്ക് ഈ ഒരു ദുരന്തം എന്തിനാണ് നീ തന്നത്? അവളുടെ മനസ്സിൻ്റെ ചാരയിരുന്ന് ഈശോ പറയുന്നത് അവൾ ശ്രവിച്ചു. മകളെ, ആ വ്യക്തിയെ, അങ്ങനെ ഒരു വ്യക്തി ലോകത്തിലുണ്ടായിരുന്നു. ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് അടുത്തിരിക്കുന്ന നിനക്കല്ലാതെ മറ്റാർക്കാണ് ആ വ്യക്തിയെ എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുക? സ്നേഹമുള്ളവരെ, ഈ സ്ത്രീ അന്നു മുതൽ ഭർത്താവിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയും അയാളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഈ സ്ത്രീ അവളുടെ അമ്മായിയമ്മയോട് പോയി പറഞ്ഞു, അമ്മ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക, അമ്മയുടെ മകൻ മാനസാന്തരപ്പെടുമെന്നേ. അപ്പം അമ്മ പറഞ്ഞു, മോളെ, അയാൾ മാനസാന്തരപ്പെടാനൊന്നും പോകുന്നില്ല. നിന്റെ കെട്ടിയവൻ മദ്യപാനിയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. കുഞ്ഞുനാൾ തുടങ്ങിയ ശീലമാണ്. ഞങ്ങൾ നിന്നോട് കള്ളം പറഞ്ഞിട്ടാണ് ഈ കല്യാണം വരെ നടത്തിയത്. അതുകൊണ്ട് നീ വെറുതെ പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഇവൾ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനെ പറയരുത്. എന്നോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്ക് കണ്ടുകൂടെ? അമ്മ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ഇവർ രണ്ടുപേരും പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു ദിവസം ഇയാൾ വീട്ടിലേക്ക് വന്നു. തികഞ്ഞ നല്ല മദ്യലഹരിയിലാണ് ഇയാൾ വീട്ടിലേക്ക് വരുന്നത്. ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായപ്പോൾ ഇയാൾ ഈ സ്ത്രീയെ കൊല്ലുവാനായിട്ട് വാക്കത്തിയെടുക്കുക. ഓർക്കണേ, ആ സമയത്ത് ഇവൾ 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്നുണ്ട്, ഗർഭവതിയാണ്. ഇയാൾ കൊല്ലുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ഇവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി അടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ പോയി ഒളിക്കുക. സാധാരണ മദ്യം കഴിച്ചവർക്ക് രാത്രി കാപ്പിത്തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണിന് ക്ലച്ച് പിടിക്കാൻ സാധ്യത കുറവാണ്. ഇയാൾ കുറേയൊക്കെ പരതി അന്വേഷിച്ചു. ഇവളെ കാണാഞ്ഞിട്ട് ദേഷ്യം മൂത്ത് ഇയാൾ കലിതുള്ളി വാക്കത്തി എടുത്ത് വന്നു. ഇയാൾ ചെയ്ത പണി എന്നാണെന്നറിയുമോ? ആട്ടിൻകൂട്ടി പോയി ചെന പിടിച്ച് നിൽക്കുന്ന ഒരാടിനെ ഇയാൾ വെട്ടിക്കൊന്നു. എന്നിട്ട് ഈ സ്ത്രീ പറയാ, അച്ഛാ, അന്ന് എന്നെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്നെ വെട്ടിക്കൊന്നാണ്. അയാളെ കലി തീർത്തത് അങ്ങനെയാണ്. ഇവളന്ന് രാത്രി മുഴുവനും ഈ സ്ത്രീ ആ കാപ്പിത്തോട്ടത്തിൽ ചെലവഴിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് ഇങ്ങേർക്ക് കടുങ്കാപ്പി ഇട്ട് കൊടുത്തു. ചേട്ടാ, എഴുന്നേൽക്ക്. അങ്ങനെ ഈ മനുഷ്യനെ സ്നേഹിച്ചു എന്നാ പറയണേ. ഇതിനിടയിൽ അമ്മ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം നടന്നതിനിടയ്ക്ക് അമ്മ പറഞ്ഞു, എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടി മരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മകളെ ഞാൻ കരുതുന്നില്ല. അപ്പോഴും ഇവൾ അമ്മയോട് പറഞ്ഞു, അമ്മയെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ദൈവം ഈ വ്യക്തിയുടെ പ്രാർത്ഥന ശ്രവിച്ചു. ഈ വ്യക്തിയുടെ പ്രാർത്ഥന ശ്രവിച്ച് ഇയാൾ മാറി. ഒരു ധ്യാനത്തിന് ശേഷം ഇയാൾ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് വിടുതൽ ഇയാൾക്ക് ലഭിക്കുകയാണ്. ഇയാളൊരു 10 വർഷം ഇവർ ഒരുമിച്ച് താമസിച്ചു. അതിനുശേഷം ഇയാൾ മരിക്കുന്നത്. എൻ്റെ ഈ സ്ത്രീ പറയുക, ഞങ്ങളുടെ അമ്മായിയമ്മ, അതായത് എൻ്റെ അമ്മായിയമ്മ, ഞങ്ങളുടെ അമ്മ മരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് 3 മാസം അവധി എടുത്ത് എൻ്റെ അമ്മയെ നന്നായിട്ട് ചികിത്സിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടതെല്ലാം കൊടുത്തു, നന്നായി പരിരക്ഷിച്ചു.
പാലും പഴവും എന്താണ് അമ്മയ്ക്ക് ആവശ്യം അതെല്ലാം കൊടുത്തു. അങ്ങനെ നല്ല മരണം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. അവസാനം ഇവൾ പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ, കർത്താവ് എനിക്ക് മദ്യപാനിയായ കുടിയനായ ഒരു ഭർത്താവിനെ നൽകി, എന്നാൽ ഞാൻ കർത്താവിന് ഒരു വിശുദ്ധനായ ഭർത്താവിനെ തിരിച്ചു നൽകി. വളരെ വിശ്വാസത്തിൽ ഈ വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണിത്. സ്നേഹമുള്ളവരെ, സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് കേട്ടു എന്നുറപ്പുള്ളവർ. ഇത് വിചാരിച്ചിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവർ അതിന് തന്നെ പോകണമെന്നൊന്നും അർത്ഥമില്ല. സ്നേഹമുള്ളവരെ, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പാരീസിലെ ഒരു യുവതിക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് ഒരു നിരീശ്വരവാദിയെയാണ്. കത്തോലിക്ക യുവതിയാണെന്ന് ഓർക്കണം. ഈ നിരീശ്വരവാദിയുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഇവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ മൂന്നാം തലത്തിലേക്ക് ഒരാശയം പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവൾ ഈ യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയാൾ കൂടുതൽ നിരീശ്വരവാദിയായതേ ഉള്ളൂ. അവസാനം ഇവൾ പെട്ടെന്നൊരു 40-45 വയസ്സുള്ളപ്പോൾ ഇവൾ മരിക്കുക. മരിക്കുന്ന സമയത്ത് ഇവളൊരു പ്രവചനം നടത്തുന്നു. ഈ യുവാവിൻ്റെ പേര് ഫെലിക്സ് എന്നാണ്. അലയോ ഫെലിക്സ്, എൻ്റെ മരണശേഷം നിങ്ങൾ ഒരു കത്തോലിക്ക വിശ്വാസിയാകും, മാത്രമല്ല ഡൊമിനിക്കൻ സഭയിലെ ഒരു പുരോഹിതനുമാകും. ഇയാൾ പുച്ഛത്തോടു കൂടി ഇവളെ നോക്കി, നീ പോയി ചാക്, ഒരു വിശ്വാസിയാകാനോ? ഞാനോ? ഒരിക്കലുമില്ല. ഇവൾ മരിക്കുകയാണ്. പിന്നെ രോഗം ബാധിച്ച് മരിക്കുന്നു. ഇവളുടെ മരണശേഷം ഇയാൾ ആ കാലഘട്ടങ്ങളിൽ ലൂർദിൽ മാതാവിൻ്റെ പ്രത്യക്ഷങ്ങൾ നടക്കുന്നത്, ലൂർദിലേക്ക് യാത്രയാകുകയാണ്. മാതാവിൻ്റെ പ്രത്യക്ഷം സത്യമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാനായിട്ട് ലേഖനങ്ങൾ എഴുതുവാനായി. അവിടെ ചെന്ന് ഇയാൾക്ക് ഒരു വരി പോലും എഴുതുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇയാൾ തൻ്റെ ഭാര്യയുടെ ഡയറി കുറിപ്പുകൾ, കൂടെ കൊണ്ടുപോയിരുന്ന ഡയറി കുറിപ്പുകൾ എടുത്ത് വായിക്കുക. അതിനകത്ത് അവൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ കർത്താവിൽ നിന്ന് ഞാനൊരു രോഗം ആവശ്യപ്പെടുന്നു. ഈ രോഗത്തിലൂടെ ഞാൻ എൻ്റെ ജീവൻ തമ്പുരാനെ എൻ്റെ ജീവൻ എടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവൻ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഈ രോഗത്തിലൂടെ ഹോമിക്കുന്നു. അതിലൂടെ എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടട്ടെ. ഈ വരികൾ വായിച്ചപ്പോൾ ഇയാളിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു. വല്ലാത്തൊരു മാറ്റം സംഭവിക്കുക. ഇയാൾ ലൂർദിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒരു വിശ്വാസിയായിട്ടാണ്. മമ്മോദീസ സ്വീകരിക്കുന്നു, പള്ളിയിൽ പോകുന്നു. ഇയാളിൽ ഈ വൈദികനാവണമെന്നുള്ള ആഗ്രഹം ഉടലെടുക്കുന്നു. സ്നേഹമുള്ളവരെ, ഏറെ വർഷക്കാലത്തെ യാത്രയ്ക്ക് ശേഷം ഇയാൾ ഡൊമിനിക്കൻ സഭയിൽ തന്നെ എത്തിച്ചേർന്ന് അവിടെ ഒരു സന്യാസ വൈദികനാകുന്നു. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് ഇയാൾ പ്രസംഗിച്ച ധ്യാനത്തിൽ പങ്കെടുത്ത ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീനാണ്. ബിഷപ്പ് പറയാണ്, ആ ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം കേട്ടത് അവളുടെ മരണശേഷമാണ്. സ്നേഹമുള്ളവരെ, നാം പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ മാറ്റമോ മാനസാന്തരങ്ങളോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്തിൽ കണ്ടെത്തുവാൻ കഴിയുമായിരിക്കില്ല. എന്നാൽ ഒരു പ്രാർത്ഥനയും വൃഥാവിലാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു പ്രാർത്ഥനയും വൃഥാവിലാവില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ അവരുടെ മാനസാന്തരം നാം ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ മരണശേഷമായിരിക്കാം. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാം. 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തെ കാര്യം, നാം പ്രാർത്ഥിച്ചു നേടിയെന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണോ? ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നിറവേറാൻ വേണ്ടി, ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തത്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് ചിലപ്പോൾ ഇഹത്തിൽ നമ്മളുള്ളപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം പരത്തിൽ നമ്മൾ ഉള്ളപ്പോഴായിരിക്കാം. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ പിതാവേ, അങ്ങയോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളിലേക്കും അങ്ങ് അയക്കണമേ. അങ്ങയോട് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചോദിക്കുവാനും അങ്ങ് നൽകുന്നത് സ്വീകരിക്കുവാനുമുള്ള വലിയ കൃപ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങ് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ലാസലറ്റ് അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.